നമസ്കാരം. ഇന്ത്യയുടെ ഇടിവെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോമിൽ ടീമിന് ആശങ്ക. കഴിഞ്ഞ 6 ഇന്നിംഗ്സുകളിൽ 4ലും അഭിഷേക് ശർമ്മ 0-ന് പുറത്തായി. ഇതിൽ 3 ഗോൾഡൻ ഡക്ക് ആയിരുന്നു. 2026 T20 ലോകകപ്പിൽ താരം കളിച്ച 2 ഇന്നിംഗ്സുകളിലും 0-നാണ് പുറത്തായത്. താരതമ്യേന ദുർബലരായ USA, പാകിസ്ഥാൻ എന്നിവർക്കെതിരെയാണ് ശർമ്മ ഗോൾഡൻ ഡക്ക് ആയത്. ഇതോടെ ആശിഷ് നെഹ്റ, ബംഗ്ലാദേശ് താരം ഇമ്രുൽ കെയ്സ് എന്നിവർക്ക് പിന്നാലെ ലോകകപ്പിലെ ആദ്യ 2 ഇന്നിംഗ്സുകളിലും ഡക്കാകുന്ന മൂന്നാമത്തെ താരമെന്ന നാണക്കേടിന്റെ റെക്കോർഡും താരത്തിന്റെ പേരിലായി. 0-68 നോട്ട് ഔട്ട്, 0-30, 0-0 എന്നിങ്ങനെയാണ് കഴിഞ്ഞ 6 മത്സരങ്ങളിൽ അഭിഷേകിന്റെ സ്കോർ. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമീബയ്ക്കെതിരായ മത്സരം അഭിഷേകിന് നഷ്ടമായിരുന്നു. അതിനുശേഷം ടീമിലേക്ക് തിരിച്ചെത്തിയ മത്സരത്തിലാണ് പാകിസ്ഥാനെതിരെ നിരാശാജനകമായ പ്രകടനം. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലും താരത്തിന്റെ ഫോം അസ്ഥിരമായിരുന്നു. ന്യൂസിലൻഡ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ തകർപ്പൻ സെഞ്ചുറി നേടിയ അഭിഷേക് പക്ഷേ 2ാം മത്സരത്തിൽ ഗോൾഡൻ ഡക്കായി. 3ാം മത്സരത്തിൽ വീണ്ടും സെഞ്ചുറി നേടി കരുത്ത് കാട്ടി. 4ാം മത്സരത്തിൽ വീണ്ടും ഗോൾഡൻ ഡക്ക്. തിരുവനന്തപുരത്ത് നടന്ന അവസാന മത്സരത്തിൽ 26 പന്തിൽ 30 റൺസ് നേടി കരുത്ത് തെളിയിച്ചു. സ്ഥിരത പുലർത്താൻ കഴിയാത്തതാണ് അഭിഷേകിന്റെ പ്രശ്നം. ഇന്നലെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലിയാഗയുടെ തന്ത്രമാണ് അഭിഷേകിനെ വീഴ്ത്തിയത്. സാധാരണ പേസർമാർ എറിയാറുള്ള ആദ്യ ഓവർ സ്പിന്നറായ സൽമാൻ തന്നെ എറിയുകയും 4ാം പന്തിൽ അഭിഷേകിനെ പുറത്താക്കുകയും ചെയ്തു. അതേസമയം അഭിഷേകിന്റെ റോളിലേക്ക് ഇഷാൻ കിഷൻ നടത്തിയ പരകായ പ്രവേശമാണ് ലോകകപ്പിൽ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് കുതിപ്പേകുന്നത്. നിലവിൽ ഇന്ത്യൻ മിഡിൽ ഓർഡർ സ്ഥിരത പുലർത്തുന്നില്ല. അമേരിക്കയ്ക്കെതിരായ മത്സരത്തിൽ മുൻനിരയും മധ്യനിരയും തകർന്നടിഞ്ഞു. സൂര്യകുമാർ യാദവ് ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. നമീബയ്ക്കെതിരെ തുടക്കം മികച്ചതായിരുന്നെങ്കിലും അവസാന ഓവറിൽ കൂട്ടത്തകർച്ചയാണ് ഉണ്ടായത്. ഇത് കാരണം പ്രതീക്ഷിച്ച സ്കോറിൽ എത്താൻ കഴിഞ്ഞില്ല. ഒത്തിണക്കമുള്ള ഒരു ടീമുമായി ഇന്ത്യ ഇതുവരെ കളിച്ചിട്ടില്ല എന്നുള്ളതും ബാറ്റിംഗ് നിരയുടെ പിഴവ് മറയ്ക്കാൻ സഹായിക്കുന്നു. ശക്തമായ ബൗളിംഗ്, ബാറ്റിംഗ് നിരയുള്ള ദക്ഷിണാഫ്രിക്ക പോലുള്ള ടീമുകളുമായി കളിക്കുമ്പോഴാകും ഇന്ത്യ ശരിക്കും പരീക്ഷിക്കപ്പെടുക. ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യക്ക് ഇനി മത്സരം നെതർലൻഡ്സുമായിട്ടാണ്. ഇന്ത്യയെ അപേക്ഷിച്ച് ദുർബലമായ ടീമാണ് നെതർലൻഡ്സ്. ഇടവേളയ്ക്ക് ശേഷം ടീമിൽ എത്തിയ തിലക് വർമ്മയ്ക്ക് മികച്ചൊരു ഇന്നിംഗ്സ് കളിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യ സൂപ്പർ 8-ലെത്തിയ സ്ഥിതിക്ക് അടുത്ത കളിയിൽ ടീമിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. റിങ്കു സിംഗിന് പകരം സഞ്ജു സാംസൺ എത്തുമോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അതേസമയം പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഇന്ത്യയെ അനായാസം വിജയത്തിലെത്തിച്ചതിൽ നിർണായക റോൾ ഇഷാന്റേതായിരുന്നു. പാകിസ്ഥാനുമായിട്ടുള്ള T20 ലോകകപ്പിൽ സൂപ്പർ പോരാട്ടത്തിൽ തുടക്കം പാളിയ ശേഷം ശക്തമായി തിരിച്ചുവരവ് നടത്തിയത് ഇഷാന്റെ മികവിലാണ്. ഇതിന് ടീമിനെ സഹായിച്ചതാവട്ടെ ഇഷാൻ കിഷന്റെ അഗ്രസീവ് 50ആണ്. വെറും 40 ബോളിൽ അദ്ദേഹം വാരിക്കൂട്ടിയത് 77 റൺസാണ്. 10 ഫോറുകളും 3 സിക്സറും ഇതിൽ ഉൾപ്പെടും. അഭിഷേക് ശർമ്മ ഡെക്കായി ആദ്യ ഓവറിൽ തന്നെ മടങ്ങിയെങ്കിലും ഇഷാന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിംഗ്സ് ഇന്ത്യ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. തിലക് വർമ്മയ്ക്കൊപ്പം 2ാം വിക്കറ്റിൽ 46 ബോളിൽ 87 റൺസാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ഇതിൽ 76 റൺസും ഇഷാന്റെ ബാറ്റിൽ നിന്നായിരുന്നു. 2 വമ്പൻ റെക്കോർഡും ഇതോടെ അദ്ദേഹം കുറിച്ചിരിക്കുകയാണ്. ICC T20 ലോകകപ്പിന്റെ ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ 50+ സ്കോറിന് അവകാശിയായ ആദ്യത്തെ ഇന്ത്യൻ ഓപ്പണർ എന്ന വമ്പൻ റെക്കോർഡാണ് ഇഷാൻ കിഷൻ സ്വന്തമാക്കിയിരിക്കുന്നത്. മുൻ ക്യാപ്റ്റനും ഇതിഹാസ ഓപ്പണറുമായിരുന്ന രോഹിത് ശർമ്മയ്ക്ക് പോലും ഇല്ലാത്ത റെക്കോർഡാണ് കന്നി ലോകകപ്പിൽ തന്നെ ഇഷാൻ കുറിച്ചിരിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല പാകിസ്ഥാനെതിരെ ഒരു പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ടൂർണമെന്റിൽ അദ്ദേഹം മിന്നിച്ചത്. 2023 ഏകദിന ഫോർമാറ്റിൽ നടന്ന ഏഷ്യ കപ്പിലും അദ്ദേഹം മാച്ച് വിന്നിംഗ് പ്രകടനം നടത്തിയിരുന്നു. അന്ന് ടീം 4 വിക്കറ്റിന് 66 റൺസ് എന്ന നിലയിൽ പതറവയായിരുന്നു ഇഷാന്റെ മാച്ച് വിന്നിംഗ് പ്രകടനം.